السلام عليكم ورحمة الله وبركاته. ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ ഹർബി റളിയല്ലാഹു അൻഹു ചൊല്ല് ജന്നിബു ഔലാദക്കും ഖുറനാ അസ്സൂഇ ഖബ്ല അൻ തുസ്ബിഗൂഹും ഫിൽ ബലാഇ കമാ യുസ്ബഗു സൗബ്. നിങ്ങളെ മക്ക, നിങ്ങൾ പിരിസത്തിൽ പെത്തിട്ട് ബൽത്തിയതായ പോറ്റി വളർത്തിയതായ നിങ്ങളെ മക്ക, ആ മക്കളെ ചീത്ത സ്വാഭാവികളായ ചങ്ങായിമാരെ തൊട്ട് ദൂരത്താക്കറൂ. ഒരു സമയത്ത് നിങ്ങൾ ദൂരത്താക്കില്ല, നിങ്ങൾ അശ്രദ്ധ ആക്കിയിട്ട് വിട്ടുപുട്ടുണ്ടായെങ്കിൽ നിങ്ങളെ മക്കളെ കംപ്ലീറ്റായിട്ട് ചേഞ്ച് ആക്കിടാറ്. ആ മക്കളെ ദുസ്വഭാവികളാക്കിയിട്ട് തീർക്കിടാറ്. ഏതുപോലെ കമാ യുസ്ബഗു സൗബു, നല്ല ശുഭ്രമായ ഡ്രസ്സിൽ ഒരു കളർ തന്നി കിട്ടണ്ടായെങ്കിൽ, അത് നീലിയാവട്ടെ ചുവപ്പാവട്ടെ, ഏതെങ്കിലും കളർ തന്നി കിട്ടെങ്കിൽ ഏതുപോലെ ആ ഡ്രസ്സ് ആ തന്നിലുള്ള കളർ പോലെ ആയിട്ട് തീർറ. അതുപോലെ നിങ്ങളെ മക്കളെ സ്വഭാവത്തെ ചേഞ്ച് ആക്കിടാറ്. അതുകൊണ്ട് പോഷകന്മാർ, പേരൻസുമാർ വളരെ ജാഗ്രത വെക്കണോട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്ൻ ഹർബി റളിയല്ലാഹു അൻഹു ഉപദേശിക്കുന്നു. അപ്പോൾ നമുക്കെല്ലാം കൊണ്ടുവന്ന ഭയങ്കര പിസത്തുള്ള മക്കളെ ബലത്തിട്ട് വലിയാക്കണം. ഒരുപാട് നിരീക്ഷണ, ഒരുപാട് ഭവിഷ്യത്തിന് ആ മക്കളിൽ നിൽക്കുന്ന കാണണ്ട. എൻ്റെ മോൻ അങ്ങനെ ആവണു, ഇങ്ങനെ ആവണു. ആ മക്ക അതേപോലെ വലിയായിട്ട്, പക്ഷേ പെട്ടെന്നായിട്ട് തെല്ലായിട്ട് ആ മക്കളെ സ്വഭാവത്തിൽ ചേഞ്ചസ് കാണും. ചില ബെടക്ക് ബുദ്ധി കാണുന്ന ദിവസങ്ങൾ. അപ്പോൾ ഇതിങ്ങനെ പോവായിട്ടേ ഏതൊരു അബ്ബും ഏതൊരു ഉമ്മും സ്വന്തം മക്കളെ ബുദ്ധി ബെടക്കാക്കൂ അങ്ങനെ റെഡിയിക്കില്ല. ഒരു കള്ള് കുടിയാണെങ്കിലും അബ്ബ മക്കളെതിൽ കുടിക്കല്ലേ. ഒരു ബീഡി വലിക്കണമാണെങ്കിലും മക്കളെതിൽ വലിക്കൂ ഇഷ്ടപ്പെടില്ല. കാരണം നാനേനായാലും ബെടക്കായാലും എൻ്റെ മോന് ബെടക്കായാലും തീരാണ്ടായിരിക്കും എല്ലാ ഉമ്മ അബ്ബന ആശ. പക്ഷേ ദുരന്ത ചെന്നെങ്കിൽ ഉമ്മ അബ്ബకు ಒಂತಿಲ್ಲಾಂಟಮೇ മക്കളെ സ്വഭാവങ്ങൾ ചേഞ്ചസ് പണ്ടതും മക്ക ജോറാവുന്നതും മക്കളെ ഹാബിറ്റ് ചേഞ്ച് ആവുന്നത് എല്ലാം എങ്ങനെ ആയിട്ടിക്കട് ഒരു സംശയവുമില്ല. ആ മക്ക കൂടിയിട്ടുള്ള വേറെ ചില മക്കളെ കൊണ്ടായിട്ടിക്കട് ആ രോഗ എനിക്ക് എന്നവിടെ അണ്ടുരോഗമായിട്ട് പണ്ടേ. കന്നഡത്ത് പിന്നെ മലയാളത്തൊരു ഗാഥയുണ്ട്, ചാരിയാൽ ചാരിയത് മുണക്കുണ്ട്. ഞങ്ങൾ ഏതൊക്കെ ചായട അതിൽ പിന്നെ മണ ഞങ്ങൾക്ക് വേണ്ടു. അപ്പോൾ പിന്നെ ഞങ്ങൾ ആരെ ചങ്ങായിപ്പാടാക്കട ആ ചങ്ങായിപ്പാടെ സ്വഭാവം ഞങ്ങൾക്കും ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന് ഒരാൾ നല്ല ആണോ നല്ല അല്ലേ ചെല്ലത് നിങ്ങൾക്ക് അറിയോ ചെമ്മ ടൈം വേണ്ട. അപ്പം യൻദുർ ഇലാ മൻ യുഖാലിൽ, അത്ര അവൻ ആരട്ട് കൂടിയിട്ടുള്ളായിട്ടൊന്ന് നോക്കും എന്നെങ്കിൽ നിനക്ക് മനസ്സിലാവുള്ളൂ അവന് എങ്ങനത്തെ ആളുണ്ട്. അവന് സ്വാലിഹിങ്ങളിട്ട് കൂടിയിട്ടുള്ളായിട്ടായെങ്കിൽ അവനും സ്വാലിഹല്ലെങ്കിൽ അവന് സ്വാലിഹായിട്ട് പോകും. അവൻ കള്ള് കുടിയന്മാരായിട്ടുള്ളായിട്ടായെങ്കിൽ എങ്കിൽ അവന് ക്രമേണ കള്ള് കുടിയനവിടെ. അവന് കള്ളന്മാരായിട്ടുള്ളായിട്ടായെങ്കിൽ കള്ളന്മാരിലവിടെ. അവന് ബാങ്കിന് മാദകദ്രവ്യ വ്യസനങ്ങളിട്ടുള്ളായിട്ടായെങ്കിൽ ഓനും അതുപോലെ അവിടെ. അവന് വ്യഭിചാരങ്ങളിട്ടുള്ളായിട്ടായെങ്കിൽ ഓനും അതൊക്കെ സ്വഭാവമുണ്ട്. അപ്പോൾ ഒരു ആണ്ടെ നിങ്ങൾക്ക് അറിയാനുണ്ടായെങ്കിൽ ഒരു പെണ്ണിടെ നിങ്ങൾക്ക് അറിയാനുണ്ടായെങ്കിൽ ആരട്ട് ഉള്ളാറ് ചെല്ലതൊന്നും അറിഞ്ഞെങ്കിൽ അങ്ങനെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കും. അതുകൊണ്ട് ഞങ്ങളെ മക്ക വലിയ നിരീക്ഷ വെച്ചിട്ട് ആ മക്കളെ ഞങ്ങൾ വളർത്തിയിട്ടുള്ള എങ്കിൽ എങ്ങനെ ആ മക്കോ ഞങ്ങൾ ഫുഡ് കൊടുക്കണമോ കഷ്ടം വന്നിട്ട്, എങ്ങനെ ആ മക്കോ ഞങ്ങൾ വേറെ എല്ലാം സൗകര്യമാക്കി കൊടുക്കണമോ എങ്കിൽ ആ മക്കളെ സ്വഭാവം നല്ലാക്കലും പ്രത്യേകിച്ചും ആ മക്കളെ പിന്നെ പരിസര ശുദ്ധമാക്കൽ ഞങ്ങളെ ഏറ്റവും വലിയ ബാധ്യത ആയിട്ടിക്കട്. എൻ്റെ ബെടക്ക് പരിസരത്തിൽ വളർന്നതായ മക്ക ബെലക്കായിട്ടേ പോകണ്ടു. അതുകൊണ്ട് ആ മക്കളെ ചുറ്റുഭാഗം ഒന്ന് ക്ലീനാക്കണം. അതിൽ ഏറ്റവും മുഖ്യ പാത്രം വഹിച്ചത് ചങ്ങായിമാരായിട്ടിക്കട്. ചങ്ങായിമാരെ ഞങ്ങൾ നോക്കുന്ന എൻ്റെ മോൻ ആരുടെ കൂടിയിട്ടുള്ള ഒരു സമയത്ത് ബെടക്ക് ചങ്ങായിമാരോട്ട് കൂടുതൽ സൂചന കണ്ടെത്ത് അതിനെ കാണേണ്ട ഓൻ്റെ സ്വഭാവത്തിൽ ഞങ്ങൾക്ക് കൊന്താവും എങ്കിൽ പെട്ടെന്നായിട്ട് ആ ചങ്ങായിൽ നിന്നിട്ട് അവനെ രക്ഷപ്പെടുത്തുന്നു. അതേമായിരിക്കും അതിന് മാർഗ്ഗം, വേറെ മാർഗ്ഗമില്ല. അപ്പോൾ ഒരു മനുഷ്യരെ നല്ലതും ബെടക്ക് തീരുമാനിക്കരുത്. ഏറ്റവും മുഖ്യ ഭാഗീദാരന്മാർ ചങ്ങായിമാർ
അങ്ങ് കൂടുറങ്ങ അതുകൊണ്ടായിട്ട് ഖാലിത്തു സുലഹ അനിൽത്ത സ്വലാഹ ബിഹിം നിങ്ങൾ നല്ലങ്ങളിട്ട കൂടിയിട്ട് ജീവിക്കറു സ്വാലിഹ്യങ്ങളുടെ കൂടി ജീവിക്കറു കൊണ്ടും മഹാന്മാർ നമുക്ക് പ്രത്യേകിച്ചും ഉപദേശിക്കുന്നത് കാണും. അപ്പോൾ നല്ലങ്ങോട്ട് കൂടിയെങ്കിൽ ഞങ്ങൾ നല്ലായി പോകണ്ട, ബെടക്കുങ്ങളുടെ കൂടിയെങ്കിൽ ഞങ്ങൾ ബെടക്കായിട്ട് പോകണ്ട. പ്രത്യേകിച്ചും ഞങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ ഞങ്ങൾ വളരെ ജാഗ്രത ആക്കേണ്ടിയുണ്ട്. ഇന്നത്തെ സാഹചര്യ സമയമില്ല, എല്ലാ നിലക്കും നാളെ സ്കൂളിലും ഒക്കെ ആരുടെ കൂടി ഉണ്ടുള്ളാറ്, മദ്രസത്തിൽ ആരുടെ കൂടി ഉണ്ടുള്ളാറ്, ആരുടെ ചങ്ങായി മാറി വെച്ചത് കേൾക്ക മക്കളട്ടെ അതിൻ്റെ ആരുടെ ചങ്ങായി, എന്നിട്ട് ആ ചങ്ങായിനെ സംബന്ധിച്ച് ഇത് അറിഞ്ഞോളാം. അങ്ങനെ ആ ചങ്ങായി ബെടക്കുണ്ടായെങ്കിൽ ഉടൻ തന്നെ അവൻ്റെ ഒന്നും ആ കിടാവിടെ ഞങ്ങൾ ഉപദേശിച്ചിട്ട് മോനെ നീ അവൻ്റെ ചങ്ങായി പാടെ കെട്ടണ്ട ചെന്നിട്ട് ഉപദേശിച്ചിട്ട് ഞങ്ങൾ എന്താക്കണം എത്ര അവൻ്റെ അതിൽ നിന്ന് വിമുഖാക്കിയെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങളെ മക്ക നല്ലതായിട്ട് പണ്ട്. അതേ സന്ദർഭത്തിൽ ബെടക്കും ആൽമാരെ ചങ്ങായി കൂട്ടിയുണ്ടായെങ്കിൽ അത് ബെടക്കായിട്ട് പോകണം. സജ്ജനറ സഹവാസ ഹെജ്ജേനു സവിതന്തേൻ്റെ ചന്ദ്രനല്ലേ. അതുപോലെ സ്വാലിഹ്യങ്ങളെ സഹവാസാക്കുമോ നല്ലങ്ങളുടെ സഹവാസാക്കുമോ ഞങ്ങൾ പ്രത്യേകിച്ചിട്ടും പ്രേരണ ആക്കണം മക്കോ. നല്ലങ്ങളട്ട ഇരുമ്പട ആൾ മാറട്ട മുത്താലിമിങ്ങളട്ട ഉസ്താദ് മാറട്ട പിന്നെ സ്വാലിഹ്യങ്ങളട്ട ഞങ്ങൾ എന്താക്കണോ ഞങ്ങൾ കൂടണോ ചന്ദ്ര മക്കളുടെ ഉപദേശിക്കണോ പ്രേരണ കൊടുക്കണം. എങ്കിലേ ഞങ്ങളെ മക്ക ഭവിഷ്യത്തിൽ ഞങ്ങൾക്ക് ഉപകാരം കിട്ടും. അല്ലെങ്കിൽ ഞങ്ങളെ മക്കളെ ഈ ദുസ്വഭാവികളായ ചീത്ത മക്കങ്ങ എന്താക്കിടാറ് ഞങ്ങൾക്ക് അറിയാത്ത പോലെ ഏതുപോലെ ശുഭ്ര വസ്ത്രത്തെ ഈ കളറ് തന്നിങ്ങ എങ്ങനെ അതിൽ ആ വസ്ത്രത്തെ കളറ് ചേഞ്ച് ആക്കണം, അതുപോലെ ഞങ്ങളുടെ മക്കളെ സ്വഭാവത്തെ ചേഞ്ച് ആക്കിയിട്ട് അള്ളാഹു റബ്ബു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹളായ ഫളൽ കൊണ്ട് ഞങ്ങളെല്ലാ മക്കളെയും നല്ല സ്വഭാവികളാക്കിയിട്ട് അള്ളാഹു ആക്കി തീർക്കട്ട്. നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷിക്കണിക്കത്തെ അഭിമാനിക്കണിക്കത്തെ ഇസ്സത്ത് തന്നെ എനിക്കത്തെ നല്ല മക്കളെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെ മക്കളെ ഉൾപ്പെടുത്തുന്ന അനുഗ്രഹിക്കട്ടെ. ആമീൻ. ബിഫളലി സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി